ATM കവർച്ചാ കേസിൽ പ്രതിയെ തെളിവെടുപ്പിന് ഹാജരാക്കുന്നു. ഞങ്ങളുടെ പ്രതിനിധി എസ് ജീവൻകുമാർ ചേരുന്നു. ജീവൻ, വിശദാംശങ്ങൾ. അരുൺ, ATM തട്ടിപ്പ് കേസിലെ പ്രതിയായ റുമാനിയൻ സ്വദേശി ഗബ്രിയേൽ മരിയനെ ഇപ്പോൾ തിരുവനന്തപുരത്തെ ആൽത്തറയിലെ ATM-ൽ എത്തിച്ച് തെളിവെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ കൂടിയായ കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇപ്പോൾ ആൽത്തറയിലെ ATM-ൽ എത്തിച്ചിരിക്കുന്നത്. ഇത് പ്രധാനമായും ക്രിമിനൽ നടപടി ചട്ടപ്രകാരം നേരത്തെ പ്രതിയെ ഇവിടെ എത്തിച്ച് തെളിവെടുക്കേണ്ടത് കുറ്റപത്രത്തിന്റെ കൂടി അതിന്റെ ഉറപ്പുവരുത്തുന്നതിന് കൂടിയുള്ള അനിവാര്യതയാണ്. നേരത്തെ ഇതേ ATM-ലെ CCTV ദൃശ്യങ്ങളിലാണ് ഗബ്രിയേൽ അടക്കമുള്ള റുമേനിയൻ സ്വദേശികൾ സ്റ്റിമ്മർ മെഷീനും അതോടൊപ്പം ക്യാമറയും സ്ഥാപിക്കുന്നത് നേരത്തെ എന്റെ ശ്രദ്ധയിൽ വന്നിരുന്നു. ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനായ കെ ബൈജു ഗബ്രിയേലിനോട് ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ് എപ്രകാരമാണ് ഇവിടെ ക്യാമറ അടക്കമുള്ള ഉപകരണങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതോടൊപ്പം ബാങ്കിലെ ഉദ്യോഗസ്ഥരും അന്വേഷണ ഉദ്യോഗസ്ഥരോടൊപ്പം അദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടി ഇതിന്റെ ഫോറൻസിക് വിദഗ്ധരും IT വിദഗ്ധരും ഉൾപ്പെട്ട ഒരു സംഘവുമുണ്ട്. ഇത് സംബന്ധിച്ചുള്ള ഇപ്പോൾ ഗബ്രിയേൽ എവിടൊക്കെയാണ് താൻ ക്യാമറ സ്ഥാപിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ വിവരിച്ചു കൊടുക്കുകയാണ്. ക്രിമിനൽ നടപടിച്ചട്ടം പ്രകാരം ഇത് അനിവാര്യവുമാണ്. കാരണം പ്രതിയെ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു കൃത്യത ഉണ്ടാവുകയുള്ളൂ. ഇവിടെ നിന്നും പ്രതി നേരത്തെ താമസിക്കാൻ കുറ്റകൃത്യത്തിനായി വന്നപ്പോൾ താമസിച്ചുള്ള ചില സ്വകാര്യ ഹോട്ടലുകളിൽ എത്തിക്കേണ്ടതുണ്ട്. ആ ഹോട്ടലുകളിലേക്കാണ് ഇവിടുന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രതിയുമായി പോവുക. ഇന്നലെ ഓടുകൂടി 10 ദിവസത്തേക്കാണ് ഇപ്പോൾ തിരുവനന്തപുരം CJM കോടതി പ്രതിയായ ഗബ്രിയേൽ മരിയനെ ഇവിടെ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിരിക്കുന്നത്. ഈ 10 ദിവസത്തിനുള്ളിൽ മുംബൈ അടക്കമുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഈ തട്ടിപ്പിനായി ഉപയോഗിച്ചിട്ടുള്ള വ്യാജ ATM കാർഡുകൾ കണ്ടെടുക്കേണ്ടതുണ്ട്. അതടക്കമുള്ള തൊണ്ടിമുതലുകൾ റിക്കവർ ചെയ്യുന്നതിനുള്ള ശ്രമമാണ് ഇനി നടക്കുക. അതിന്റെ പ്രാഥമികമായിട്ടാണ് ഇപ്പോൾ ഈ തട്ടിപ്പിന്റെ പ്രഭവ കേന്ദ്രം കൂടിയായിട്ടുള്ള ആൽത്തറയിലെ SBIയുടെ ATM-ൽ എത്തിച്ച് പ്രതിയെ തെളിവെടുത്തുകൊണ്ടിരിക്കുന്നത്. ജീവൻ, കൂട്ടുപ്രതികളായ ബോഗിൻ അടക്കമുള്ള 4 പേരും ഇവിടം സന്ദർശിച്ചിരുന്നു എന്നാണ് നേരത്തെ മരിയൻ നേരത്തെ പറഞ്ഞിരുന്നത്. ഒപ്പം ഈ സാങ്കേതിക ഉപകരണങ്ങൾ ഘടിപ്പിച്ചതും ഇവിടെയായിരുന്നു. അതായത് ഈ കേസിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ സ്ഥലമാണ് ഇത്. ആ തരത്തിൽ പോലീസ് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇക്കാര്യത്തിൽ വിശദീകരിക്കുന്നുണ്ടോ, പറയുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിർണായകമായ സൂചനകൾ ലഭിക്കുന്നുണ്ടോ? ഈ സംഭവം ഉണ്ടായതിന്റെ തൊട്ട് അടുത്ത ദിവസം തന്നെ ഈ ആൽത്തറയിലെ ATM പോലീസ് കസ്റ്റഡിയിൽ സീൽ ചെയ്തിരിക്കുകയായിരുന്നു. ഇന്ന് പോലീസിന്റെ സാന്നിധ്യത്തിൽ, ഗബ്രിയേലിന്റെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ വീണ്ടും ഈ ATM ഷട്ടർ തുറന്നത്. തുടർന്ന് ഉള്ളിൽ കടന്ന പ്രതിയുമായി നേരത്തെ തന്നെ ഇത് സംബന്ധിച്ചുള്ള ഇതിന്റെ വിരലടയാള വിദഗ്ധർ ഇതിന്റെ തെളിവുകൾ ശേഖരിച്ചിരുന്നു. അതുകൂടാതെ ബാങ്കിന്റെ CCTVയിലുള്ള ഫുട്ടേജ് ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചിരുന്നു. ഈ ദൃശ്യങ്ങളിൽ പ്രതികൾ എല്ലാവരുടെയും ദൃശ്യങ്ങൾ ഇതിലുണ്ട്. ഗബ്രിയേൽ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനോട് താൻ ചെയ്ത കൃത്യം എപ്രകാരമാണ് എന്ന് വിവരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇദ്ദേഹം നൽകുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ കൂടുതൽ തെളിവുകൾ കണ്ടെടുക്കണം. തൊണ്ടി മുതലുകൾ റിക്കവർ ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള നടപടിക്രമങ്ങളായിരിക്കും ഇതിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. ഇന്ന് 2ാം ശനിയാഴ്ച ആയതിനാൽ ബാങ്ക് അവധിയാണ്. പക്ഷേ ബാങ്കിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ ഇപ്പോൾ സംഭവ സ്ഥലത്തുണ്ട്. അവരും ഈ ATM-നുള്ളിൽ കടന്ന് ഗബ്രിയേലിനെ ചോദ്യം ചെയ്യുന്ന സ്ഥലത്തുണ്ട്. ഇപ്പോൾ ഗബ്രിയേൽ ചെയ്ത കൃത്യം എപ്രകാരമാണ് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരോട് വിവരിച്ചു കൊടുക്കുകയാണ്. ഒരു കാര്യം കൂടി ജീവൻ, 2-3 ദിവസത്തിനകം, അതായത് ഇക്കാര്യത്തിൽ വ്യക്തമായ സൂചന ലഭിക്കും, അല്ലെങ്കിൽ അക്കാര്യത്തിൽ ഉറപ്പിച്ചു പറയാനാകുമെന്നാണ് DGP ലോക്നാഥ് ബെഹ്റ ഇക്കാര്യത്തിൽ നേരത്തെ സൂചന നൽകിയിരുന്നത്. ആ തരത്തിൽ നിർണായകമായ ഏതെങ്കിലും വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ടോ? ഇത് സംബന്ധിച്ച നിരവധി വെളിപ്പെടുത്തലുകളും നമ്മൾ തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കാരണം ഇവരെ പരിശീലിപ്പിച്ചത് ബൾഗേറിയയിൽ നിന്നുള്ള ഒരു സംഘമാണ്. ബൾഗേറിയയിലെ ഇത്തരത്തിൽ പ്രൊഫഷണലായി ATM തട്ടിപ്പുകൾ നടത്തുന്ന ഒരു സംഘമാണ് ഗബ്രിയേൽ അടക്കമുള്ള മറ്റു പ്രതികളെ പരിശീലിപ്പിച്ചിരുന്നത്.
ക്രിസ്ത്യൻ വിക്ടർ എന്ന ഒരാളാണ് ഇത് സംബന്ധിച്ചുള്ള എല്ലാ പരിശീലനങ്ങളും ഏകോപിപ്പിച്ചിരുന്നത്. നേരത്തെ പോലീസ് കസ്റ്റഡിയിൽ പറഞ്ഞത് ഗബ്രിയേൽ പറഞ്ഞത് താൻ ഈ കാര്യത്തിൽ വെറും നിരപരാധി മാത്രമാണ്. തനിക്ക് മറ്റൊരാളുടെ അലക്സിയ എന്നൊരാളുടെ പ്രേരണയാലാണ് താൻ തിരുവനന്തപുരത്ത് എത്തിയത്. ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും പോയിരുന്നു. ഇദ്ദേഹത്തിൽ നിന്നും 97,000 ഇന്ത്യൻ രൂപയും 1,050 യൂറോയും നേരത്തെ പോലീസ് മുംബൈയിൽ വെച്ച് മുംബൈ ക്രൈംബ്രാഞ്ച് പിടികൂടി കേരള പോലീസിനെ ഏൽപ്പിച്ചിരുന്നു. എന്നാൽ ഇത് ഉണ്ടാക്കിയ വ്യാജ തിരിച്ചറിയൽ ATM കാർഡുകൾ ഉണ്ടാക്കിയ രേഖകൾ ഇനി പിടിച്ചെടുക്കേണ്ടതുണ്ട്. അത് ഗബ്രിയേലിൽ നിന്ന് തന്നെയാണ് പിടിച്ചെടുക്കേണ്ടത്. അതുകൊണ്ട് ഗബ്രിയേലുമായി മുംബൈയിലേക്ക് പോകും. ഇത് സംബന്ധിച്ചുള്ള മറ്റ് വിശദാംശങ്ങൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും വിശദാംശങ്ങൾ നേരത്തെ പുറത്തു വന്നിട്ടുള്ള കാര്യമാണ്. ഇനി മറ്റ് വിശദാംശങ്ങൾ ലഭ്യമാകണമെങ്കിൽ ഗബ്രിയേലിനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇന്നലെയും ഗബ്രിയേലിനെ പോലീസ് കസ്റ്റഡിയിൽ കിട്ടിയതിനു ശേഷവും ചോദ്യം ചെയ്യൽ തുടർന്നിരുന്നു. ഇന്നിപ്പോൾ പ്രതി സമ്മതിക്കുന്ന ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി മറ്റ് വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. ജീവൻ, ഒരു കാര്യം കൂടി അവസാനമായി. കവർച്ചയ്ക്ക് 300ഓളം ബാങ്ക് അക്കൗണ്ടുകളും അതിന്റെ വിവരങ്ങളും പാസ്വേഡുകളും താൻ ശേഖരിച്ചിരുന്നു എന്ന് മരിയ പറഞ്ഞിരുന്നു പോലീസിനോട്. ഇവിടെ ഈ വെള്ളയമ്പലത്തെ ആൽത്തറ ജംഗ്ഷനിലെ ഈ SPTയുടെ ATMൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത്. ആ തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ പ്രതിയിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ 300ഓളം പാസ്വേഡുകളും ഈ ATMുമായി ഏതെങ്കിലും തരത്തിൽ നിലവിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ? അരുൺ, അത് സംബന്ധിച്ച് കൃത്യമായൊരു വിശകലനത്തിലേക്ക് നമുക്ക് ഇപ്പോൾ കടക്കാനാവില്ല. കാരണം എത്ര പാസ്വേഡുകൾ പോലീസ് സംശയിക്കുന്ന നിരവധി ആളുകളുടെ രേഖകൾ ഈ രൂപത്തിൽ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ അത് എത്ര പേരുണ്ട് എന്നതിനെ സംബന്ധിച്ച് പോലീസിനോ ബാങ്ക് അധികാരികൾക്കോ ഇപ്പോൾ കൃത്യമായ മറുപടി പറയാൻ കഴിയുന്നില്ല. പല മാധ്യമങ്ങളും പല രൂപത്തിൽ ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം കൃത്യമായി എത്ര പേരുടെ ബാങ്കിന്റെ രേഖകൾ പുറത്തു പോയിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച് ബാങ്ക് തന്നെ ഒരു ഇന്റേണൽ ആയിട്ടുള്ള ഒരു പരിശോധന നടത്തുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ ലഭ്യമാകണമെങ്കിൽ അല്പ ദിവസത്തിനകം കൂടെ കഴിയുമെന്നാണ് സൈബർ സാങ്കേതിക വിദ്യയോടുകൂടി ഏതൊക്കെ തരത്തിലുള്ള ഇത് പുറത്തു പോയിട്ടുണ്ട് എന്നത് അല്പ ദിവസങ്ങൾ കൂടെ കഴിയുമ്പോൾ മാത്രമേ നമുക്ക് കൃത്യമായ വിവരത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. ഞങ്ങളുടെ പ്രതി S. ജീവൻകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഗബ്രിയേൽ മരിയനെ തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്തുള്ള SBI ATM കൗണ്ടറിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ് നിലവിൽ പോലീസ്.